അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അതുപോലെ മറ്റുള്ളവർ, നമ്മുടെ കുട്ടികൾക്കാവട്ടെ ആർക്കാണെങ്കിലും കൊതി തട്ടിയാൽ എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. വീട്ടിൽ മക്കൾ ഭക്ഷണത്തിനോട് വിരക്തി കാണിക്കുകയും ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, ഇങ്ങനെ കൊതിയുടെ പല അടയാളങ്ങൾ മക്കൾ പ്രകടമാകുമ്പോൾ പെട്ടെന്ന് കുട്ടിയുടെ പിതാവിനോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആങ്ങളമാരോട് ഇങ്ങനെ ഒന്നും ഉസ്താദിനരികിൽ പോയി ഒന്നും മന്ത്രിച്ചു കൊണ്ടുപോകാൻ മോനെ, കുട്ടിക്ക് കൊതി തട്ടിയിരിക്കുന്നു എന്ന് ഉമ്മമാർ സങ്കടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കൊതി തട്ടിയാൽ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് മന്ത്രിക്കാം. കാരണം മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ എന്നുള്ളത് ഷിഫാണ്. ഖുർആൻ്റെ ചില ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ കൊണ്ട് കുട്ടികളെ മന്ത്രിക്കുകയാണെങ്കിൽ ഏത് തന്നെ കൊതി തട്ടി ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസം, അല്ലെങ്കിൽ ഒരു കൊതി തട്ടിയാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായി ഒറ്റ പരിഹാരത്തെക്കുറിച്ചും പറയാം. അതോടൊപ്പം പല ആയത്തുകൾ ഒരുമിച്ച് നമുക്ക് പരിഹാരം ചെയ്യാം. നമുക്കൊക്കെ ഇത് മനഃപ്പാഠം അറിയുന്ന ആയത്തുകളാണ്. നമുക്ക് 5 നേരത്തെ നിസ്കാരത്തിൽ നിർബന്ധമായി ഓതേണ്ടതാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും അറിയാമല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതൊന്ന് 7 തവണ മന്ത്രിക്കാം. 7 തവണ സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ ഓതാം. അത് കഴിഞ്ഞ് നമുക്കൊക്കെ അറിയുന്ന ഒരു ചെറിയ കുഞ്ഞു സൂറത്തുണ്ട്, ഇന്നാ അഅ്തീനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കൗസർ. അതൊരു 3 തവണ. ആർക്കാ സൂറത്തുൽ കൗസർ അറിയാത്തത്? മൂന്നാമത് സൂറത്തുൽ ഖുറൈശ്, ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിത്താഇ വസ്സൈഫ് എന്നുള്ള സൂറത്ത്. ആർക്കാണ് അറിയാത്തത്? നമ്മുടെ വീട്ടിലുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഈ സൂറത്ത് കാണാതെ അറിയാം. അതുപോലെ സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ് ആർക്കാ അറിയാത്തത്? അതൊരു 3 തവണ. ഖുറൈശി സൂറത്ത് 7 തവണമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് 3 തവണ. അതിൻ്റെ ശേഷമുള്ള ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്നുള്ള സൂറത്ത് 3 തവണ. അത് കഴിഞ്ഞാൽ ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്ത് 3 തവണ. ഈ കുഞ്ഞു കുഞ്ഞു സൂറത്തുകൾ ആർക്കാ അറിയാത്തത്? ഇത് ഓതി മന്ത്രിച്ച് നമ്മുടെ വീട്ടിൽ സാധാരണ മന്ത്രിക്കാൻ വേണ്ടി നാം കൊണ്ടുപോകാൻ, അതായത് മുളക്, ഉള്ളി ഒക്കെ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകുന്നല്ലോ, അതിൽ മന്ത്രിക്കാം. അതുപോലെ സൂറത്തുൽ ആലുംറാൻ അതിൻ്റെ 18ാമത്തെ ആയത്ത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ അങ്ങനെ തുടങ്ങുന്ന ഒരു ആയത്തുണ്ടല്ലോ. ആ ആയത്ത്, ഒരേ ആയത്ത് സൂറത്ത്, അതിൻ്റെ 18ാമത്തെ ആയത്ത്, അത് ഒരു 3 തവണ അങ്ങ് മന്ത്രിക്കും. പിന്നെ ഇതെല്ലാം സൂറത്തുകൾ ഒന്നിച്ച് മന്ത്രിക്കാൻ പ്രയാസമുള്ളവർ സൂറത്തുൽ ഖുറൈശ്, ഈലാഫി ഖുറൈശ് എന്നുള്ള സൂറത്ത് 21 തവണ മന്ത്രിച്ചാലും മതിയാവുന്നതാണ്. അത് മന്ത്രിച്ച് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്ക്. കൊതി തട്ടിയാൽ തീർച്ചയായും അത് അവർക്ക് മാറിക്കിട്ടും. ഇത് ഒരുപാട് അനുഭവങ്ങളാണ്. ഇങ്ങനെ മന്ത്രിച്ചു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാഹ് പരിപൂർണമായി ശിഫയാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ്റെ ആയത്താണ്. ഖുർആൻ നമ്മുടെ രോഗങ്ങൾക്ക് ശമനമാണ്. അള്ളാഹു എല്ലാവിധ കണ്ണീർ, കൊതി, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന പലരും ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക്. അവർക്കൊക്കെ ഇത് മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.